ഓം നമഃശിവായ. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏത് കടുത്ത ദാരിദ്ര്യവും മാറിക്കിട്ടാൻ ഈ ഒരു കുബേരമന്ത്രം വെറും ഒരു 21 ദിവസം 21 തവണ നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് ധനം കുമിഞ്ഞുകൂടും. നമ്മുടെയൊക്കെ ജീവിതം സന്തോഷപൂരിതമാകണമെങ്കിൽ പണം കൂടിയേ തീരൂ. ദാരിദ്ര്യങ്ങളിൽ നിന്ന് അകന്നു പോകാനും അത് വരാതിരിക്കുവാനും വേണ്ടി നമ്മൾ ഒരുപാട് ദേവീദേവന്മാരെ ആശ്രയിക്കാറുണ്ട്. അതിലൊരു ദേവനാണ് ധനത്തിന്റെ അധിപനായ കുബേരസ്വാമി. ധനത്തിന്റെയും സമ്പത്തിന്റെയും കാവൽക്കാരനാണ് കുബേരസ്വാമി. കുബേരസ്വാമിയെ വേണ്ട രീതിയിൽ ആരാധിക്കുകയും വേണ്ട വിധത്തിൽ പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാമി നമ്മൾ വിചാരിക്കുന്നതിലും അധികം സമ്പത്തും ധനവും കുബേരസ്വാമിയുടെ അനുഗ്രഹത്താൽ നമുക്ക് വന്നു ചേരും. ദേവന്മാരുടെ സർവസമ്പത്തിന്റെയും സൂക്ഷിപ്പുകാരനാണ് ഈ കുബേരസ്വാമി. കുബേരസ്വാമി ഒരു യക്ഷരാജാവാണ്. കുബേരസ്വാമിയുടെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ സർവ ഐശ്വര്യവും സമ്പത്തും ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ എക്കാലവും ഉണ്ടാകുന്നതാണ്. ഭൂമിയുടെ 4 പ്രധാന ദിക്കുകളിൽ വടക്ക് ദിക്കിന്റെ അധിപനാണ് കുബേരസ്വാമി. കുബേരസ്വാമിയെ വളരെയധികം ശ്രദ്ധാപൂർവം ഭക്തിപൂർവം ദിവസവും നമ്മൾ ആരാധിക്കുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നമ്മൾക്ക് കൈവരുന്നതാണ്. കുബേരസ്വാമിയുടെ ഒരു ചെറിയ വിഗ്രഹം അത് മിക്ക ക്ഷേത്രങ്ങളിലും നമ്മൾ ദർശനത്തിന് പോകുമ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആ കുബേരസ്വാമിയുടെ വിഗ്രഹം മഹാലക്ഷ്മി ദേവിയുടെ ചിത്രത്തിനരികിൽ വെക്കുക. അതായിരിക്കും ഉത്തമം. അതായത് ലക്ഷ്മി ദേവിയെയും കുബേരസ്വാമിയെയും ഒരുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കുബേരസ്വാമിയുടെ വിഗ്രഹത്തിന് സമീപം ഒരു ചെമ്പ് പാത്രത്തിൽ, അത് ചെമ്പിന്റെ ചെറിയ ഗ്ലാസോ മറ്റെന്തെങ്കിലും പാത്രമോ ആകാം, അതിൽ കടൽ ജലം, നമ്മൾ കടലിൽ നിന്ന് എടുക്കുന്ന ഉപ്പുവെള്ളമുണ്ടല്ലോ അത് നിറച്ച് അതിലൊരു മാവിലയിട്ട് കുബേരസ്വാമിക്ക് സമർപ്പിക്കുക. നല്ല രീതിയിൽ സാമ്പത്തിക ഉയർച്ചയും നമ്മൾ വസിക്കുന്ന ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷവും ഉണ്ടാകും. നമ്മുടെ ഗ്രഹത്തിലെ നെഗറ്റീവ് എനർജി പുറന്തള്ളാൻ ഏറ്റവും ഉത്തമമായ മാർഗവുമാണ്. ഇനി ഇത് കൂടാതെ കുബേരസ്വാമിയുടെ വളരെ ശക്തിയാർജിച്ച ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ദിവസവും ജപിക്കുക. കുളിച്ച് ശുദ്ധിയായി കുബേരസ്വാമിയുടെ ചെറിയ വിഗ്രഹത്തിന് മുൻപിൽ ഒരു വിളക്ക് തെളിയിച്ചുകൊണ്ട് ഞാനിവിടെ പറയുന്ന മന്ത്രം ജപിക്കുക. ഇങ്ങനെ ജപിച്ചാൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും വിട്ടകന്ന് സമ്പത്തും ഐശ്വര്യവും കൈവരുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യ പതയേ ധനധാന്യ സമൃദ്ധിയും മേ ദേഹിത പയസ്വാഹ. ഒന്നും കൂടി പറയാം: ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യ പതയേ ധനധാന്യ സമൃദ്ധിയും മേം ദേഹിത പയസ്വാഹ. ഈ ഒരു മന്ത്രം 21 ദിവസം 21 തവണയാണ് ജപിക്കേണ്ടത്. വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് ഈ മന്ത്രം നിങ്ങൾ ജപിച്ചു തുടങ്ങേണ്ടത്. 21 തവണ നിങ്ങൾ ഈ മന്ത്രം ഉരുവിടുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം നമഃശിവായ.